السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. 33-ാമത്തെ ആയത്തിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, അവർ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ്. വ ഇല്ലാ തസ്രിഫ അന്നി കൈദഹുൻ, അവരുടെ തന്ത്രത്തെ എന്നിൽ നിന്ന് നീ തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചായ്വ് കാണിച്ചു പോകും. വ അഖും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകും. ഈ ഒരു വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വ അഖും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ജാഹിലല്ല, നമുക്കറിയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ, വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. അല്ലാഹു ഇൽമു നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൽമു നൽകുന്ന ഒരാൾ എങ്ങനെയാണ് ജാഹിലുകളിൽ പെട്ടുപോവുക? അപ്പോൾ പൊതുവെ ആളുകളുടെ ഒരു ധാരണ, ജാഹിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിവരവുമില്ലാത്ത ആൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു വിവരവുമില്ലാതെ സംഭവിക്കുന്ന കാര്യത്തിനാണ് ജഹാലത്ത് അല്ലെങ്കിൽ ജാഹിൽ എന്ന് പറയുക എന്ന് ധരിച്ചിരിക്കുന്നു. ജാഹിൽ എന്ന പദത്തിന് ഒരു വിവരവുമില്ലാത്ത ആൾക്ക് ജാഹിൽ എന്ന് പറയും. എന്നാൽ അതേ സന്ദർഭത്തിൽ ഏതൊരു വിഷയത്തിലും അബദ്ധം സംഭവിക്കുന്നതിനും ജഹല് എന്ന് പറയും. കാരണം ജഹല് എന്ന വാക്കിന് ഖത എന്നൊരർത്ഥം കൂടിയുണ്ട്, തെറ്റ് സംഭവിക്കുക. അബദ്ധം സംഭവിക്കുന്നതിന് ജഹല് എന്ന് പറയും. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, വലിയ വലിയ പണ്ഡിതന്മാർ, പക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലെ നിരീക്ഷണം തെറ്റിയാൽ പറയും വഹുവ ജാഹിലുൻ, അദ്ദേഹം ജാഹിലാണ്, അല്ലെങ്കിൽ ഇന്ന വാദം പറഞ്ഞ ആൾ ജാഹിലാണ്. പക്ഷെ ആ വാദം പറഞ്ഞത് വലിയ പണ്ഡിതനായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വിവരവുമില്ലാത്ത ആളാണ് എന്നാണോ? അല്ല, ആ വിഷയത്തിൽ ഖാതിഉൻ, തെറ്റ് പറ്റിയ ആളാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ജാഹിൽ എന്ന് കാണുമ്പോഴേക്ക് ഒരാളെ പരമവിഡ്ഢിയാക്കിയെന്ന് കരുതരുത്. അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും ജഹാലത്ത് എന്ന് പറയും. ഖത എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടായിട്ടും ആ വിഷയത്തിൽ തെറ്റ് പറ്റുന്നതിനും എന്തു പറയും? ജഹാല എന്ന് പറയും. ജഹാലത്ത്, അത് ചെയ്യാൻ ഒരു പ്രവൃത്തി അത് ചെയ്യാൻ പാടില്ല എന്നൊരാൾക്കറിയാം, അത് ഇൽമാണ്. എന്നിട്ടും ആ തെറ്റ് സംഭവിച്ചാൽ ആ വ്യക്തി ജാഹിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്കതിനെക്കുറിച്ച് ഇൽമില്ല എന്നല്ല, മറിച്ച് അറിവുണ്ടായിട്ടും ആ അബദ്ധം ചെയ്ത ആൾക്കും എന്തു പറയും? ജാഹിൽ എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് വ അക്കും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകും. അതിൻ്റെ അർത്ഥം വ്യഭിചാരം പാടില്ല എന്ന് അറിയാത്തവനിൽ ഞാൻ പെട്ടുപോകുന്നല്ല, മറിച്ച് ആ വിഷയത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു പോകും. അപ്പോൾ മൊത്തത്തിലുള്ള ജഹാലത്തുമല്ല, ഈ വിഷയത്തിൽ എനിക്ക് തെറ്റു പറ്റുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്
അദ്ദേഹത്തിൻ്റെ സമൂഹം പറയുന്നുണ്ട്, പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഖാലു അതത്തഖിദുനാ ഹുസുവ, നിങ്ങൾ തമാശയാക്കുകയാണോ, നിങ്ങൾ ഞങ്ങളോട് തമാശ പറയുകയാണോ? അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ്? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യുകയോ ആ നിലക്ക് തമാശ പറയുകയോ ഒരിക്കലുമില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ ജാഹിലാണെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അബദ്ധം പറ്റിയവനാണ് എന്ന അർത്ഥത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും മുസ്ലിമീങ്ങളാവാത്തതിൽ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് സൂറത്തുൽ അൻആമിലെ 35 കാണാം, വലൗ ഷാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് നൽകുമായിരുന്നു. അതുകൊണ്ട് ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, നബിയെ താങ്കൾ ജാഹിലുകളിൽ പെട്ടുപോകരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വിവരവുമില്ലാത്ത ആളിൽ പെട്ടുപോകരുത് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ വിഷയത്തിൽ താങ്കൾക്ക് തെറ്റുപറ്റരുത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ റബ്ബിനത് കഴിയും. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും തെരഞ്ഞെടുക്കലിനും അത് വിട്ടുകൊടുത്തിരിക്കുന്നു. അത് റബ്ബിൻ്റെ തീരുമാനമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് വേണ്ടി വാദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താണ്? ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നിനക്ക് ഇൽമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, നീ ജാഹിലുകളിൽ പെട്ടുപോകരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ ഈ ആയത്തുകളിലൊക്കെ ആരോടാ പറയുന്നത്? റസൂലുകളോടാ പറയുന്നത്, വഹിയുള്ള റസൂലുകളോടാണ് പറയുന്നത് ജാഹിലുകളിൽ പെടരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വിഷയത്തിലെ ശരിയായ നിലപാടുകളിൽ അബദ്ധം പറ്റുന്നവരിൽ ഒരിക്കലും നിങ്ങൾ ഉൾപ്പെട്ടു പോകുവാൻ പാടില്ലാത്തതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു തൗബയിലെ ഈ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂറത്തു അൻ-നിസായിൽ തൗബയുമായി ബന്ധപ്പെട്ട ഒരായത്ത് നമുക്ക് കാണാം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നമത് തൗബ, നിശ്ചയമായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്നവരുടെ തൗബ മാത്രമേ അല്ലാഹു സ്വീകരിക്കാൻ ബാധ്യതയേറ്റിട്ടുള്ളൂ. അറിവില്ലാത്തവരുടെ തെറ്റുകൾ അവരുടെ തൗബ സ്വീകരിക്കാമെന്നേ അള്ളാഹു ഏറ്റിട്ടുള്ളൂ. അതാണ് ഇന്നമത് തൗബത്തു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ തൗബ ബാധ്യതയായിട്ടുള്ളത് ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുക. തുമ്മ യതൂബൂന മിൻ ഖരീബിൻ, എന്നിട്ട് ഉടനെ തന്നെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൗബ ചെയ്താൽ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം വകാനല്ലാഹു അലീമൻ ഹകീമ, അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നേർക്ക് നേരെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്താൽ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. അതിൻ്റെ അർത്ഥം അറിവുണ്ടായിട്ടും തെറ്റ് ചെയ്തവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണോ? അല്ല, മറിച്ച് ഉലമാക്കൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞ ഈ ജഹാലത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള ജഹാലത്താണ്, അബദ്ധം പറ്റലാണത്. അറിവുള്ള ആളുകൾക്കും അബദ്ധം സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് പുറത്തു കൊടുക്കുന്നതാണ്. അവർ തൗബ ചെയ്യണമെന്ന് മാത്രം. അതാണ് സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, അവർ ഉടനെ തന്നെ അബദ്ധമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അതല്ലാതെ ഒരു വിഷയത്തിൽ അറിവുണ്ടായിട്ടും തെറ്റ് ചെയ്താൽ അവർക്ക് തൗബയില്ലെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലരും ഈ ആയത്തിന് അങ്ങനെ മനസ്സിലാക്കിയവരുമുണ്ട്. അപ്പോൾ അവിടെ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ തീരെ അറിവില്ലാത്ത അവസ്ഥയാണ് എന്ന് അവർ വിചാരിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. അറിവുണ്ടായാലും ഒരു വ്യക്തി ദേഹേച്ഛയെ പിൻപറ്റി, തന്നിഷ്ടത്തെ പിൻപറ്റി ആ അറിവിനെ മറന്നുപോകലും എന്താണ്? ജഹാലത്താണ്. തൻ്റെ പദവിക്കും സ്ഥാനത്തിനും യോജിക്കാത്ത കാര്യം ചെയ്യൽ ജഹാലത്താണ്. അനുയോജ്യമല്ലാത്തൊരു കാര്യം ചെയ്യൽ ജഹാലത്താണ്. അനുയോജ്യമല്ലാത്തൊരു വാക്ക് പറയൽ ജഹാലത്താണ്. അപ്പോൾ ഖത, അബദ്ധം, തെറ്റ്, അനുയോജ്യമല്ലാത്തത് എന്നതിനും എന്ത് വാക്കുപയോഗിക്കും? ജഹാലത്ത് അതല്ലെങ്കിൽ ജാഹിൽ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കും.
സാന്ദർഭികമായി ഈ ആയത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വ അകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ള അൽക്കല്ല, അറിവുണ്ടായിട്ടും ദേഹേച്ഛയെ പിൻപറ്റി അബദ്ധം പ്രവർത്തിക്കുന്നവരിൽ ഞാൻ പെട്ടുപോകും റബ്ബേ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കുകയും അവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഫസ്തജാബ ലഹു റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഇസ്തജാബ എന്ന് പറഞ്ഞാൽ ഇജാബത്ത് നൽകുക, ഉത്തരം നൽകുക. ഇസ്തജാബ യസ്തജീബു ഇസ്തിജാബതൻ. ഫസ്തജാബ ലഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉത്തരം നൽകി. റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ്. ഫസറഫ അൻഹു, അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചുവിട്ടു. സറഫ യസ്രിഫു സർഫൻ, തിരിച്ചുവിടുക. സറഫ അൻ, ഒരാളിൽ നിന്ന് തിരിച്ചുവിടുക. ഫസറഫ അൻഹു, അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചുവിട്ടു. കൈദഹുന്ന, അവരുടെ തന്ത്രത്തെ. ഇന്നഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ, അവൻ അസ്സമീഉൽ അലീം, അസ്സമീഅ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. മനസ്സിലാക്കുക, ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ബിസംഇഹി വ ഇൽമിഹി, അള്ളാഹു അവൻ്റെ ഇൽമു കൊണ്ടും അവൻ്റെ കേൾവി കൊണ്ടും അടിമകളുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവർ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും.
അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അള്ളാഹു ഉത്തരം നൽകി. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്ന റബ്ബി ഖരീബും മുജീബ്. നിശ്ചയമായും എൻ്റെ റബ്ബ് സമീപസ്ഥനാണ്, ഉത്തരം നൽകുന്നവനാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി. അതിനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടി അള്ളാഹു പറയുന്ന ഒരു കണ്ടീഷൻ 100% യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പാലിച്ചു, 100% പാലിച്ചു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ അടുത്തുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഉടനെ പറഞ്ഞത് എന്താണ്? ഫൽയസ്തജീബൂലി, അവരെനിക്കും ഉത്തരം നൽകട്ടെ. നോക്കൂ നിങ്ങൾ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നിങ്ങൾ എങ്ങനെയാണോ അമൽ ചെയ്യുന്നത്, അള്ളാഹു അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങൾ ഓർക്കാം. അപ്പോൾ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? ഫൽയസ്തജീബൂലി, ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം തരണം. അള്ളാഹു നിങ്ങളെ വിളിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുമ്പോൾ സമഅൻ വതാഅ, കേൾക്കണം, അനുസരിക്കണം. ഇങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ദുആ ഞാനും കേൾക്കും. ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷൂൻ. ഇല്ലെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു യാത്രക്കാരൻ ക്ഷീണിതനാണ്, മുഷിഞ്ഞിട്ടുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഫയഖൂലു യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് വിളിക്കുന്നു. പക്ഷേ മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹ്. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു വിളിച്ചു, ഉത്തരം കൊടുത്തില്ല. ഇന്നെന്ന ഭക്ഷണമേ പാടുള്ളൂ, ഇന്നെന്ന ധനം പാടില്ല, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹറാം ഹലാൽ റബ്ബ് പറഞ്ഞപ്പോൾ കേട്ടില്ല. വെള്ളം കുടിക്കുന്ന വിഷയത്തിലെ ഹറാം ഹലാൽ റബ്ബ് പറഞ്ഞപ്പോൾ കേട്ടില്ല. വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലെ ഹലാൽ ഹറാം അള്ളാഹു പറഞ്ഞു, കേട്ടില്ല. ഫഅന്നാ യുസ്തജാബു ലഹ്. പിന്നെ ആ വ്യക്തിക്ക് എങ്ങനെ അള്ളാഹു ഉത്തരം കൊടുക്കാനാണ്? കാരണം അള്ളാഹു പറയുന്നത് അയാൾ കേൾക്കുന്നില്ല. എന്നിരിക്കെ ആ വ്യക്തിയുടെ ദുആ അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ്? എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി. കാരണം ഒരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരുന്നു. അതിലൊന്നാമത്തത് ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, ഹൈതലക്, അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഉടനെ തന്നെ അള്ളാഹുവിൽ അഭയം തേടി. ആദ്യം വേണ്ടത് അതാണ്, മആദല്ലാഹ്, മആദല്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടി. രണ്ടാമത്തത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ല സൗകര്യം ചെയ്തു തന്ന റബ്ബാണ്, രക്ഷിതാവാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണത് പറഞ്ഞതെങ്കിൽ റഹ്മാനായ റബ്ബിനെ ഓർക്കുന്നു, അവൻ്റെ നിഅമത്തുകൾ ഓർക്കുന്നു, അവൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുന്നു. അതേപോലെ തന്നെ തനിക്ക് സൗകര്യം നൽകിയ മുതലാളിയെ സംബന്ധിച്ചു ഓർക്കുന്നു. മൂന്നാമത്തത്, സിംഹത്തെ വേട്ടയാടാൻ വേണ്ടി വരുന്ന സിംഹത്തെ ഭയപ്പെട്ട് ഓടുന്ന കഴുതയെപ്പോലെ, അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വേട്ടമൃഗത്തെ പോലെ, ആ വേട്ടമൃഗം പിടികൂടാൻ വരുമ്പോൾ വേട്ടയാടപ്പെടുന്ന മൃഗം ഓടി രക്ഷപ്പെടുന്നത് പോലെ അധർമ്മത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഓടി എന്നുള്ളതാണ്. അതാണ് വസ്തബഖൽ ബാബ. ആ തിന്മയിൽ നിന്ന് ഓടുകയാണ്, തിന്മയിലേക്കല്ല ഓടുന്നത്. മഹാഭൂരിപക്ഷം ആളുകളും തിന്മയിലേക്കാണ് ഓടുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തിന്മയിൽ നിന്ന് തിരിച്ചോടുകയാണ്. ഈ ഓട്ടം, അധർമ്മത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഓടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കും. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കോടൂ, അള്ളാഹുവിലേക്കോടൂ. ആരാണോ അള്ളാഹുവിലേക്ക് ഒരു ചാണടുക്കുന്നത്, അള്ളാഹു അവരിലേക്ക് ഒരു മുഴം അടുക്കും. അള്ളാഹുവിലേക്ക് ഒരു മുഴം അടുക്കുന്നത് ആരാണോ, അള്ളാഹു അവരിലേക്ക് ഒരു മാറ് അടുക്കും. അള്ളാഹുവിലേക്ക് ആരാണോ നടന്നു പോകുന്നത്, അവരിലേക്ക് അള്ളാഹു ഓടി വരും. എന്ന് പറഞ്ഞാൽ നാം റബ്ബിലേക്ക് ഓടുന്നതിൻ്റെ ശക്തി അനുസരിച്ച് റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഒരു തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുആ ആത്മാർത്ഥമായ ദുആ ആണ്.
ആ ദുആക്ക് അല്ലാഹു ഉടനെ തന്നെ ഉത്തരം നൽകി. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന. അവരുടെ തന്ത്രത്തിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ് സമീഅ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരടിമയുടെ ദുആ അല്ലാഹു കേൾക്കുന്നവനാണ്. അതേ സമയത്ത് അൽ അലീം, അല്ലാഹു അറിയുന്നവനുമാണ്. എന്താണ് ഇവിടെ ഈ രണ്ട് ഇസ്മുകളുടെ ഇഖ്തിറാൻ, ഈ രണ്ട് ഇസ്മുകൾ അവിടെ ചേർത്ത് പറഞ്ഞതിൽ വലിയൊരു ഹിക്മത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ ചേർത്ത് വന്നാൽ സൂക്ഷ്മ പരിശോധന നടത്തുന്ന ഒരാൾക്ക് അതിലെ ഹിക്മത്ത് കണ്ടെത്താൻ കഴിയും. അതിൽപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഉത്തരം നൽകി, ഇന്നഹു ഹുവസ് സമീഅ, നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അതേ സന്ദർഭത്തിൽ അൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥനയുടെ അവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ, ആ വ്യക്തിയുടെ ഇഖ്ലാസ്, ആ വ്യക്തിയുടെ സാഹചര്യം, ആ വ്യക്തിയുടെ ഫ്യൂച്ചർ തുടങ്ങി ദുആ ചെയ്യുന്ന ആളുടെ മുഴുവൻ അവസ്ഥയും അറിഞ്ഞുകൊണ്ടുള്ള കേൾവിയാണ് ആരുടെ കേൾവി? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവി. അതുകൊണ്ട് തന്നെ ചില ദുആക്ക് ഉടനെയാണ് ഉത്തരം, ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ചില പ്രാർത്ഥനകൾക്ക് അല്ലാഹു വൈകി ഉത്തരം നൽകും. ചില പ്രാർത്ഥനകൾക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് ഉത്തരം നൽകുകയേയില്ല. അപ്പം എന്താ ഉത്തരം കിട്ടാത്തത്? കേൾക്കാത്തതുകൊണ്ടാണോ? അല്ല. ഇന്നഹു ഹുവസ് സമീഅ, അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന പടച്ചറബ് കേൾക്കുന്നുണ്ട്. പക്ഷേ അൽ അലീം, അല്ലാഹു വേറെ ചിലത് അറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു കാര്യം ഒരു ഖൈറിന് വേണ്ടി ഇന്ന് ചോദിക്കുന്നത്, ഒരു വേള ആ വ്യക്തിക്ക് അത് ഖൈറല്ല എന്ന് പടച്ചറബിനറിയാം, അല്ലാഹു ഇപ്പോൾ കൊടുക്കൂല. പക്ഷെ അടുത്ത വർഷം ആ വ്യക്തി മനസ്സിലാക്കുന്നത്, ഞാൻ അന്ന് അങ്ങനെ ചെയ്യാതിരുന്നത്, എനിക്കത് കിട്ടാതിരുന്നത് നന്നായി. കാരണം അതങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇന്നെന്ന് അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഷർറുണ്ടാകും. വല്ലാഹു യഅലം, അല്ലാഹു എല്ലാം അറിയുന്നു. ഹുവൽ അലീം, അല്ലാഹു അലീമാണ്, പടച്ചറബിനറിയാം. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടാണ് അല്ലാഹു ഒരു കാര്യം നിങ്ങൾക്ക് നൽകുക. നിങ്ങൾ നോക്കൂ, ഈ മൂന്ന് പ്രാർത്ഥനയുടെ ഈ മൂന്നവസ്ഥയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ടത് അപ്പം കിട്ടേണ്ട വിഷയമാണ്, പിന്നേക്ക് വെച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉടനെ അല്ലാഹു രക്ഷപ്പെടുത്തി. അപ്പം തീനോട് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് തണുപ്പാകാനും സമാധാനമാകാനും തീനോട് പറഞ്ഞപ്പോൾ തീയുടെ അള്ളാഹു ഫിത്രത്തിൽ നൽകിയ സ്വഭാവത്തെ റബ്ബാണല്ലോ നൽകിയത്, അത് മാറ്റാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. തീയെ തണുപ്പാക്കി മാറ്റി. തണുപ്പുള്ള തീ അത് റബ്ബിന് കഴിയും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിവില്ലാത്തവനാണോ? അല്ല. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് അവസാനം വാർദ്ധക്യത്തിലാണ് ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും കിട്ടിയത് എപ്പോഴാണ്? വയസ്സായപ്പോൾ കിട്ടിയത്. എന്തേ? റഹ്മാനായ റബ്ബിന് യുവത്വത്തിൽ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിൻ്റെ സമയം റബ്ബിനറിയാം എപ്പോൾ കൊടുക്കണം, ആ സമയത്താണ് അള്ളാഹു കൊടുത്തത്. അതേസമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ വറുസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ നിന്നിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രം നീ പഴവർഗ്ഗങ്ങൾ നൽകണേ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തോ? ഇല്ല. അല്ലാഹു പറഞ്ഞു ഖാല വമൻ കഫറ, സത്യനിഷേധികൾക്കും കൊടുക്കും. മുഅ്മിനുകൾക്ക് മാത്രമല്ല, സത്യനിഷേധികൾക്കും ദുനിയാവിൽ വെച്ച് കൊടുക്കും. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല. അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ വിഭവങ്ങൾ കൊടുക്കണേ. അല്ലാഹു പറഞ്ഞു ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല തുമ്മ അദ്തറുഹു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നരകശിക്ഷ നിർബന്ധമാക്കും. പക്ഷേ ദുനിയാവിൽ വെച്ച് ഈ കാര്യം, ഈ ആവശ്യം സ്വീകരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ല.
അപ്പോൾ റഹ്മാനായ റബ്ബിനറിയാം ഒരാൾ ചോദിക്കുന്നതൊക്കെ അള്ളാഹു നൽകൂല. കാരണം റബ്ബിന് റബ്ബിൻ്റെതായ ചില തീരുമാനങ്ങളും ഹിക്മത്തുകളുമുണ്ട്. അതാണ് ദുആയെക്കുറിച്ച് പറഞ്ഞിടത്ത് പ്രത്യേകം പറഞ്ഞത്, ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, അതേ സമയത്ത് അൽ അലീം അറിയുന്നവനാണ്, അറിഞ്ഞുകൊണ്ടാണ് ഉത്തരം. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ടതുണ്ട്, അതിന് ഉത്തരം ലഭിക്കുകയുമായി. ആ പ്രാർത്ഥനയുടെ ഉത്തരം അള്ളാഹു നടപ്പിലാക്കിയത് എങ്ങനെയാണ്? അതാണ് 35 കാണാം. സുമ്മ, പിന്നീട്, ബദാലഹും, അവർക്ക് വ്യക്തമാക്കപ്പെട്ടു, അവർക്ക് തോന്നി. ബദ യബ്ദു, ബദ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക, ഒരു കാര്യം, ഒരു ഐഡിയ മനസ്സിലേക്ക് വരിക, ഒരു വ്യക്തത വരിക, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം വരിക, ഒരു വ്യക്തത വരിക, ഒരു കാര്യം പ്രകടമാവുക. അതിനാണ് ബദ യബ്ദു, ബദ എന്ന് പറയുന്നത്. തുമ്മ ബദാലഹും, പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് തോന്നി, അവർ ഒരു കൺക്ലൂഷനിലെത്തി, ഒരു തീരുമാനത്തിലെത്തി. എന്താണ് തീരുമാനം? മിൻ ബഅദി മാ റഅവുൽ ആയാത്ത്, മിൻ ബഅദി, ശേഷം, മാ റഅവുൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷം, അടയാളങ്ങൾ കണ്ടതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ടു. എന്താണ്? ലയസ്ജുനുന്നഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുക തന്നെ ചെയ്യട്ടെ. ഹത്താ ഹീൻ, ഒരു നിശ്ചിത കാലം വരെ. ഹീൻ എന്ന് പറഞ്ഞാൽ ഒരു നിർണിതമായ കാലം. മതാഉൻ ഇലാ ഹീൻ എന്ന് പറഞ്ഞില്ലേ, ഒരു നിശ്ചിത കാലം, ഒരു നിർണിത കാലം. ഹീൻ എന്ന് പറഞ്ഞാൽ വക്തിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അപ്പോൾ രാജാവിനും രാജാവിൻ്റെ കൂടെയുള്ള ആ മല അല്ലെങ്കിൽ ഷൂറയിലുള്ള ആളുകൾക്ക് തോന്നി, അവരുടെ തീരുമാനം എന്തായിരുന്നു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. സത്യത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണത്. പക്ഷേ ആ ഉത്തരം അള്ളാഹു നൽകുന്നത് പല വഴികളിലൂടെയാണ്. കാരണം അവർ കൂടി ആലോചിച്ചു, എന്താണ് ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ചെയ്യുക. അപ്പോൾ തുമ്മ ബദാലഹും, പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. മിൻ ബഅദി മാ റഅവുൽ ആയാത്ത്, ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷം, അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം കണ്ടതിന് ശേഷം. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ ഉള്ളിൽ പോയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് അൽ ആയാത്ത്, ഇമാം അസ്സുദ്ദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല രേഖപ്പെടുത്തി, അൽ ആയാത്തു അൽ ഖമീസു വഖതുഉൽ ഐദി. ഒന്ന് അൽ ഖമീസ്, കുപ്പായം ഒരു തെളിവായിരുന്നു, അടയാളമായിരുന്നു. ആരാണ് തെറ്റ് ചെയ്തത് എന്നതിൻ്റെ തെളിവായിരുന്നു. അതാണ് ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ്. രണ്ടാമത്തത് വഖതുഉൽ ഐദി, കൈകൾ മുറിച്ചതാരാണ്? സ്ത്രീകളാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടാൽ തന്നെയുള്ള പ്രശ്നം ഇതാണെങ്കിൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും ആ കൊട്ടാരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരല്പസമയം വിട്ടു നിൽക്കലാണ് ഖൈർ എന്നവരുടെ മനസ്സ് തോന്നുകയാണ്. അദ്ദേഹത്തിന് നിരപരാധിത്വം അറിയാഞ്ഞിട്ടല്ല. മാത്രമല്ല, ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് തെറ്റുകാരനെന്ന് പബ്ലിക്കിന് തോന്നുന്ന രൂപത്തിൽ അവർക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. കാരണം കൊട്ടാരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അത് മോശമാണ്, രാജാവിനും ഭരണകൂടത്തിനുമൊക്കെ അത് മോശമാണ്. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അവരെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്ന പബ്ലിക് ടോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടാത്തത്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് ആളുകളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ തൽക്കാലം അദ്ദേഹത്തെ ഞങ്ങൾ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ടോക്കിനെ ഒന്ന് നിർത്തുക എന്ന ഒരു തോന്നലും അവർക്കുണ്ടായി. അങ്ങനെ അവർ കൂടിയാലോചിച്ചതിന് ശേഷം ഈ ചിന്തകളൊക്കെ അവർക്കുണ്ട്. ഒന്ന്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രമാത്രം അവരിൽ സ്ത്രീകളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്, ഒന്ന്. രണ്ടാമത്തത്, പബ്ലിക്കിൽ ഇങ്ങനെ ഒരു വാർത്ത ഉള്ള സ്ഥിതിക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ മോശമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കുറച്ചു കാലം അദ്ദേഹം ജയിലിൽ കഴിയട്ടെ. പബ്ലിക്കിൽ അവർ പറഞ്ഞ കാരണമാകട്ടെ യൂസുഫ് നബി തെറ്റ് ചെയ്തിട്ടുണ്ട്
എന്നുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ആയത്തുകളിൽ കാണാം, രാജാവ് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകിയപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ ആര് പോയിട്ടില്ല? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നെപ്പറ്റി ഒരു ആരോപണം പറഞ്ഞിട്ടാണ് ജയിലിൽ അടച്ചത്, അതിൽ എൻ്റെ നിരപരാധിത്വം നിങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ വരാം, ഇല്ലെങ്കിൽ വരൂല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പിന്നീട് പ്രഖ്യാപിക്കപ്പെടുകയും അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, സുമ്മ ലഹറ ലഹും മിനൽ മസ്ലഹ ഫീമാ റഅൗഹു അന്നഹും യസ്ജുനൂനഹു ഇലാ ഹീൻ ഐ ഇലാ മുദ്ദത്തിൻ വദാലിക ബഅദമാ അറഫു ബറാഅതഹു വലഹറത്തിൽ ആയാത്ത് വഹിയൽ അദില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബറാഅത്ത്, അദ്ദേഹം തെറ്റുകാരനല്ല എന്നത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അലാ സിദ്ഖിഹി ഫീ ഇഫ്ഫത്തിഹി വനസാഹതി, അദ്ദേഹത്തിൻ്റെ ചാരിത്രത്തിലും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധത്തിലും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഫകഅന്നഹും വല്ലാഹു അലം, അല്ലാഹുവിനറിയാം, ഇന്നമാ സജനൂഹു ലമ്മാ ശാഅൽ ഹദീസു ഈഹാമൻ അന്ന ഹാദാ റാവദഹ അൻ നഫ്സിഹാ വഅന്നഹും സജനൂഹു അലാ ദാലിക്. യൂസുഫ് നബിയാണ് അവരെ വശീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് ആളുകൾക്ക് തോന്നാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് തോന്നാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തബാറക വ തആല അഅലം. അതോടൊപ്പം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രാധാന്യം തോന്നാത്ത ഒരു വിഷയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ, സത്യം, നീതി തുടങ്ങിയവ സ്ഥാപിക്കും. ഉദാഹരണത്തിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം 3 ഘട്ടങ്ങളിൽ നിർണായകമായിരുന്നു എന്നാണ്. 3 സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം ഒരായത്തായിരുന്നു, ദൃഷ്ടാന്തമായിരുന്നു. ഒന്നാമത്തെ സന്ദർഭം, ഇവർ കളവ് പറയുകയാണ് എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായത് കുപ്പായം നോക്കിയിട്ടാണ്. സത്യത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവരത് കൊണ്ടുവന്നത്. പക്ഷേ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ആർക്ക് മനസ്സിലായത്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായത്. കാരണം ചെന്നായ പിടിച്ചു, എന്നാൽ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായ അയച്ചു വെച്ചിട്ടല്ലല്ലോ പിടിക്കുക, കുപ്പായത്തോടു കൂടിയല്ലേ ചെന്നായ മാന്തുക. പക്ഷേ കുപ്പായത്തിലൊരു പോറലുമില്ല, രക്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതവർ ആടിനെ അറുത്ത് രക്തം തേച്ചതാണ്, അല്ലാതെ ഇതെൻ്റെ മകൻ്റെ രക്തമല്ല. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായത്തോട് കാരുണ്യമുള്ളൊരു ചെന്നായ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതല്ല. അതായിരുന്നു ഒരു തെളിവ്. അപ്പോൾ കുപ്പായ അവിടെ ഉപകാരപ്പെട്ടു. രണ്ടാമത്തെ വിഷയം, തെളിവെടുപ്പ് എന്താണ്? യൂസുഫ് നബിയാണോ തെറ്റ് ചെയ്തത്, അതല്ല സ്ത്രീയാണോ? അവിടെയും ആരാണ് തെളിവായി വന്നത്? കുപ്പായമാണ്. അതേപോലെ തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിൽ ഒരുപാട് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയതും ഏതിലൂടെയാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായത്തിലൂടെയാണ്. അപ്പോൾ 3 നിർണായക ഘട്ടങ്ങളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് വലിയ ഖൈറാത്തുകൾ കൊണ്ടുവന്നു, ബറക്കത്തുകൾ കൊണ്ടുവന്നു, പല സത്യവും സ്ഥാപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാർത്ഥതയുള്ള അടിമകളുടെ നിരപരാധിത്വവും സത്യവും നന്മയും ഖൈറാത്തുകളും സ്ഥാപിക്കാൻ റഹ്മാനായ റബ്ബിന് അതുപോലെയുള്ള കാര്യങ്ങൾ മതി എന്നതിന് അത് തെളിവാണ്. വല്ലാഹു തബാറക വ തആല ആലം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദഖല മഅഹു അസ്സിജ്ന ഫതയാൻ. വദഖല പ്രവേശിച്ചു, ദഖല യദ്ഖുലു ദുഖൂലൻ. വദഖല മഅഹു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അങ്ങനെ അവർ ജയിലിലടച്ചു. അദ്ദേഹം ജയിലിലായ സന്ദർഭത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഉണ്ടായിരുന്ന ജയിലിൻ്റെ ഭാഗത്തേക്ക് ആരുകൂടി വന്നു? ഫതയാൻ. ഫതൻ എന്ന് പറഞ്ഞാൽ യുവാവ്. ഫതയാൻ എന്ന് പറഞ്ഞാൽ 2 യുവാക്കൾ, 2 ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ പ്രായം അതിൽ കാണാം. 2 യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. 2 ചെറുപ്പക്കാർ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. വദഖല മഅഹു സിജ്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രവേശിച്ചു. ഫതയാനി, 2 യുവാക്കൾ. ഖാല അഹദുഹുമ, അവരിൽ ഒരാൾ പറഞ്ഞു. അഹദുഹുമ, അഹദ് എന്ന് പറഞ്ഞ ഒരാൾ, അഹദുഹുമ അവർ 2 പേരിൽ ഒരാൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു.
ഇന്നി ഞാൻ നിശ്ചയമായും ഞാൻ അറാനി എന്നെ കണ്ടിരിക്കുന്നു, ഞാൻ എന്നെ കണ്ടിരിക്കുന്നു. ഒരാൾ ആ വ്യക്തി എവിടെയാണ് കാണുക? ഒന്നുകിൽ കണ്ണാടിയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ. ഇന്നി അറാനി ഞാൻ എന്നെ കണ്ടിരിക്കുന്നു, അഥവാ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ഫിന്നൗം സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, ഐ ഫിൽ മനാം. എന്താണ് കണ്ടത്? ആസിറു ഹംറ, ഞാൻ രാജാവിന് വേണ്ടി അസിറു അസറ, നമുക്കറിയാം അസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യൂസിന് നമ്മൾ അസീർ എന്ന് പറയും. അസീർ ജ്യൂസ് എടുക്കുന്നതിനാണ്, ജ്യൂസ് ഉണ്ടാക്കുന്നതിനാണ് അസിറു എന്ന് പറയാം. ആസറ യഅസുറു വയാസിറു അസ്റ, ആസറ യാസുറു വയാസിറു അസ്റ. ജ്യൂസ് എടുക്കുക, മുന്തിരി പീഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. യമനിലെ ലാംഗ്വേജിൽ ഖംർ എന്നത് അവർ ഇനബിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, വദുകിറ അന്ന ദാലിക മിൻ ലുഗതി അഹ്ലി ഒമാൻ. ഒമാനിൽ, യമനല്ല ഒമാൻ, ഒമാനുകളായ ആളുകൾ വ അന്നഹും യുസമ്മൂനൽ ഇനബ ഖംറ, അവർ മുന്തിരിക്ക് ഖംർ എന്ന് പറയും. കാരണം പൊതുവേ മുന്തിരിയിൽ നിന്നാണ് കള്ളെടുക്കുന്നത്, വീഞ്ഞ് വൈനൊക്കെ എടുക്കുന്നത് മുന്തിരിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഖംർ എന്ന് പേര് വന്നത്. ശരിക്കും മുന്തിരിയുടെ പേരാണ് ആ നാട്ടിൽ അതിന്. അപ്പോൾ ആസിറു ഖംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുന്തിരി ചാറ്, അതിൻ്റെ നീര്, അതിൻ്റെ ജ്യൂസ് ഞാൻ രാജാവിന് നൽകുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മദ്യം കൊണ്ടു കൊടുക്കുന്നു എന്നുമാകാം. അല്ലാഹു തബാറക വ തആല ആലം. എന്നാൽ മദ്യമാവാനുള്ളൊരു സാധ്യതയെ ഇവിടെ ഉലമാക്കൾ പറഞ്ഞിട്ടില്ല. ആസിറു ഖംറ. വഖാല അൽ-ആഖറു, രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ എന്നെ കണ്ടത്, സ്വപ്നത്തിൽ കണ്ടത്, അഹ്മിലു, ഞാൻ വഹിക്കുന്നതായിട്ട്. ഹമല യഹ്മിലു ഹംലൻ, അഹ്മിലു ഫൗഖ റഅസി, എൻ്റെ തലയുടെ മേലെ ഞാൻ വഹിക്കുന്നു, അഥവാ എൻ്റെ തലയിൽ ഞാൻ വഹിക്കുന്നു. എന്ത്? ഖുബ്സൻ, റൊട്ടി. ഖുബൂസ് എന്നൊക്കെ പറയുന്ന ഖുബ്സാണ് ശരിക്കുള്ള വേർഡ്. ഖുബ്സൻ, എൻ്റെ തലയിൽ ഞാൻ റൊട്ടി വഹിക്കുന്നു. റൊട്ടി വഹിക്കുന്ന കൊട്ട അല്ലെങ്കിൽ പാത്രവുമായി ഞാൻ നടക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തഅ്കുലു ത്വയ്റു മിൻഹു അക്കല യഅ്കുലു അക്ലൻ. അക്കല എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷിക്കുക. തഅ്കുലു ത്വയ്റു, പക്ഷി ഭക്ഷിക്കുന്നു അതിൽ നിന്ന്, മിൻഹു അതിൽ നിന്ന്. നബ്ബിനാ ബിതഅ്വീലി, നബ്ബഅ യുനബ്ബിഉ തൻബീഅ. നബ്ബിനാ, നബ്ബഅ എന്ന് പറഞ്ഞാൽ അറിയിക്കുക. നബ്ബി, അറിയിക്കണം. നബ്ബിനാ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ബിതഅ്വീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അവ്വല യുഅവ്വിലു തഅ്വീലൻ, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഈ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, നറാക, താങ്കളെ കാണുന്നു. അറായറ റുയ, നറാക, ഞങ്ങൾ താങ്കളെ കാണുന്നത്, മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളിൽപ്പെട്ട ഒരാളായിട്ടാണ് കാണുന്നത്. അഹ്സന യുഹ്സിനു ഇഹ്സാനൻ, നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം എന്ന് അവർ പറയുകയുണ്ടായി. നമുക്കറിയാം, ഇവിടെ പരിശുദ്ധ ഖുർആൻ ഒരു വിഷയം സൂചിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്ക് വ്യക്തമാകുമെങ്കിൽ അനാവശ്യ വാക്കുകൾ ഖുർആൻ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിൽ അടയ്ക്കണം എന്നവർക്ക് തോന്നുകയുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മനുഷ്യനാണ് കഥ എഴുതുന്നതെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ എങ്ങനെ പറയും? ഖുർആൻ അതിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് എന്തേ പറഞ്ഞുള്ളൂ? ഓൾറെഡി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായി. വദഖല മഅഹു സിജ്ന ഫതയാൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെയുള്ള ജയിലിലാണുള്ളത്. അപ്പോൾ കൂടുതൽ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. 2 യുവാക്കൾ ജയിലിലേക്ക് പ്രവേശിച്ചു. ഈ 2 യുവാക്കൾ ആരായിരുന്നു? ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറയുന്നു, വകാനൽ ഫിതിയാനു ഫീമാ ദുകിർ ഗുലാമൈനി മിൻ ഗിൽമാനി മലിക് മിസ്ർ അൽ അക്ബർ. മിസ്റിലെ ഏറ്റവും വലിയ അതോറിറ്റിയായ രാജാവിന് സേവനം ചെയ്യുന്ന സേവകന്മാരായിരുന്നു, ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അസീസ് എന്നുള്ളത് ഈ രാജാവിൻ്റെ കീഴിലെ വലിയൊരു പൊസിഷൻ വഹിക്കുന്ന, ഫുഡുമായി ബന്ധപ്പെട്ട
ഭക്ഷണവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ രാജാവ് അഥവാ മിസ്റിലെ ഏറ്റവും ടോപ്പ് രാജാവ്, ആ രാജാവിന് ഖിദ്മത്ത് ചെയ്തിരുന്ന 2 ചെറുപ്പക്കാരായിരുന്നു. അഹദുഹുമാ സാഹിബു ഷറാബി, അതിൽ ഒരാളുടെ ഡ്യൂട്ടി അദ്ദേഹത്തിനുള്ള ജ്യൂസ് മറ്റു പാനീയങ്ങളൊക്കെ തയ്യാറാക്കുക, അത് കൊണ്ടു ചെന്ന് കൊടുക്കുക, അതായിരുന്നു. വലാഖറു സാഹിബു തആമി, രണ്ടാമത്തെ ആൾ ഭക്ഷണം. ഒരാൾ ജ്യൂസുമായി ബന്ധപ്പെട്ട പാനീയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, രണ്ടാമത്തെ ആൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് ഒരാൾ അസീറിനെ കുറിച്ച് പറഞ്ഞത്, മറ്റൊരാൾ ഹുബ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു അവരെ ജയിലിൽ അടയ്ക്കാൻ കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, അള്ളാഹു ആലം അതിൻ്റെ റീസൺ. എന്നാലും പല തഫ്സീറിലും പറയപ്പെട്ടിട്ടുള്ളത് ഇവർ രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. ജ്യൂസിലും ഭക്ഷണത്തിലും വിഷം കലർത്തി രാജാവിനെ അവർ കൊല്ലാൻ ശ്രമിക്കുകയും അത് പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൽ ഒരാൾ സത്യത്തിൽ നിരപരാധിയായിരുന്നു, എന്നാൽ മറ്റൊരാൾ ശരിക്കും അതിന് ശ്രമിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ വിട്ടയക്കുവാനും മറ്റൊരാൾക്ക് വധശിക്ഷ നടപ്പിലാക്കുവാനും തീരുമാനമാവുന്നത് അങ്ങനെയാണ് എന്ന് തഫ്സീറിൽ കാണുന്നു. അവർ ചെയ്ത കുറ്റം എന്തായാലും എന്തോ ഒരു തെറ്റവർ ചെയ്തിട്ടുണ്ട്, ഇല്ല എങ്കിൽ ജയിലിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിരപരാധികളുമായിരിക്കാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയായിരുന്നല്ലോ. അല്ലാഹു ആലം. ഉറപ്പിച്ചു പറയാൻ നമ്മുടെ അടുക്കൽ സ്വഹീഹായ ഹദീസുകളില്ല, പരിശുദ്ധ ഖുർആനിൽ പരാമർശവുമില്ല. എന്തായിരുന്നാലും ഈ 2 ചെറുപ്പക്കാരായ ആളുകൾ, അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതറിയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വായിക്കുന്നില്ല. അങ്ങനെ അവർ പ്രവേശിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അവർ കണ്ട സ്വപ്നവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവരതിനെക്കുറിച്ച് പറയുന്നതുമാണ് പറയുന്നത്. കാരണം അധിക വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. അവരവിടെ എത്തി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു, പരിചയപ്പെട്ടു, സ്വപ്നവ്യാഖ്യാനം നടത്തുന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് ഒരു വിശദീകരണം വരിക. പക്ഷേ പരിശുദ്ധ ഖുർആൻ എത്ര സൂക്ഷ്മമായിട്ടാണ്, അല്ലെങ്കിൽ എത്ര മുഖ്തസറായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഖാല അഹദുഹുമ ഇന്നി അറാനി ആസിറു ഖംറ, ഞാൻ ഖംർ ഇനബ് മുന്തിരി പിഴിഞ്ഞെടുക്കുന്നത്, അതല്ലെങ്കിൽ ഏത് ജ്യൂസുമാകാം. ഇനി അത് ഈ പറഞ്ഞതുപോലെയുള്ള വൈനോ മദ്യമോ ആകാം. അതിനെ ഹറാമായി കാണാത്ത കാലഘട്ടം ഉണ്ടാകുമല്ലോ, തീർച്ചയായും. അങ്ങനെ രാജാവിന് ഞാനത് കൊടുക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, ഞാൻ റൊട്ടിയും വഹിച്ച്, ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻ, പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നബ്ബിനാ ബി തഅവീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയ ഒരു കാര്യം, അതിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ഗുണപാഠങ്ങൾ. ഒരു ചെറിയ വാക്കാണ്, ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഒരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ കാണുകയാണ്. അൻ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ ഐ ബലഗനാ അന്ന ഇഹ്സാനഹു അന്നഹു കാന യുദാവി മരീളഹും. ജയിലിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പരിചരിക്കും. നോക്കൂ, അദ്ദേഹം ജയിലിലാണ്. പക്ഷേ ജയിലിലുള്ള മനുഷ്യന്മാർ, ചുറ്റിലുമുള്ള ജയിലിൽ അടയ്ക്കപ്പെട്ട വേറെയും ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് രോഗം വന്നാൽ അദ്ദേഹം അവരെ സന്ദർശിക്കും. അദ്ദേഹത്തിന് അറിയാവുന്ന ചികിത്സകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. വയുഅസ്സി ഹസീനഹും, അവരിൽ ദുഃഖിച്ച് നിൽക്കുന്ന ആളുകളെ സമാധാനിപ്പിക്കും. കാരണം ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അയാൾ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകാം, മക്കളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകാം, ചിലർ നിരപരാധികളായിരിക്കാം, ചില പ്രയാസങ്ങളുള്ളവരുണ്ടാകും, ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. ആ സങ്കടങ്ങൾ ഉള്ള ജയിലിലുള്ള ആളുകളെ കണ്ട് അവർക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത്, ക്ഷമയെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു കൊടുക്കും. വയജ്തഹിദു ലിറബ്ബിഹി വഖാല ലമ്മ ഇൻതഹാ യൂസുഫ് ഇല السجن وجد فيه قوما قد انقطع رجاؤهم واشتد بلاؤهم فطال حزنهم فجعل يقول أبشروا واصبروا تؤجروا إن لهذا أجرا إن لهذا ثوابا. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? പല ആളുകളും പല നിലക്കുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ്.
പലർക്കും പല പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ചിലർക്ക് പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ. അതുവരെ അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. സുദീർഘമായ ദുഃഖം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ അവർ കഴിഞ്ഞു പോവാണ് ജയിലിൽ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ജയിൽ അവർക്ക് സ്വർഗമായി എന്നാണ്. പലരും ജയിലിൽ നിന്ന് പോകാൻ വിസമ്മതിച്ചു എന്നാണ്. കാരണം പുറത്തുനിന്ന് കിട്ടാത്ത സമാധാനത്തിൻ്റെ വാക്കുകൾ ജയിലിൽ നിന്ന് കിട്ടുന്നു. ആരാ നൽകുന്ന? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു, ക്ഷമിക്കൂ, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. താങ്കളുടെ വിഷമത്തിന് ഇന്ന പ്രതിഫലമാണ് റബ്ബ് നിശ്ചയിച്ചത്, താങ്കളുടെ പ്രതിഫലത്തിന് ഇന്നതാണ് നിശ്ചയിച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓരോരുത്തരെയും സമാധാനിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, യാ ഫതാ, ഓ യുവാവേ, ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ. മാ അഹ്സന വജ്ഹക് വ അഹ്സന ഖുലുഖക്, താങ്കളെ കാണാൻ എന്ത് ഭംഗിയാണ്, സ്വഭാവവും അതുപോലെ എന്തൊരു ഭംഗിയാണ്. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണാനും നല്ല ഭംഗി, സ്വഭാവവും അതേപോലെ ഭംഗി. ലഖദ് ബൂരിക ലനാ ഫീ ജിവാരിക്, ഞങ്ങൾക്ക് ഈ ജയിൽവാസം വലിയൊരു ബറക്കത്തായിരിക്കുന്നു. കാരണം താങ്കൾ ജയിലിലേക്ക് വന്നത് ഒരു ബറക്കത്തായിരിക്കുന്നു. മാ നുഹിബ്ബു അന്നാ കുന്നാ ഫീ ഗൈരി ഹാദാ മുൻദു ഹുബിസിനാ ലിമാ തുഖ്ബിറുനാ മിനൽ അജ്രി വൽ കഫാറത്തി വത്തഹാറ, തഹാറയെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച് മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ഇതാണിപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അവർ ചോദിച്ചു, ഫമൻ അൻത യാ ഫതാ, ഓ യുവാവേ താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു എന്നാണ്, അന യൂസുഫ് ഇബ്നു സഫിയില്ല യാഖൂബ് ഇബ്നു ദബീഹില്ല ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഖലീലില്ല വകാനത്ത് അലൈഹി മഹബ്ബത്തുൻ, ഞാൻ ഇബ്രാഹിം നബിയുടെ, അതേപോലെ തന്നെ ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇവിടെ ദബീഹില്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ല, അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ധാരാളം ആളുകളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ വാക്ക് അതിലേക്ക് സൂചന നൽകുന്നു. ഇഹ്സാൻ അഥവാ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാവുന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാണ്. ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ പ്രബോധകൻ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു അധ്യാപകനും ഏതൊരു പ്രബോധന കൂട്ടായ്മയിലെ വ്യക്തികളും ഈ മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. അവരെവിടെ ചെന്നാലും ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കണം. അവരിൽ ദുഃഖം അനുഭവിക്കുന്നവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ, അവരുടെ രോഗികളായ ആളുകൾക്ക് അവരെ ചികിത്സിക്കാൻ, അവരുടെ സങ്കടങ്ങൾക്ക് അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതിനേക്കാളെല്ലാം ഉപരി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ ചെയ്തത് തൗഹീദായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്ന വചനങ്ങൾ നമുക്കത് കാണാം. തൗഹീദിൻ്റെ പ്രബോധനമായിരുന്നു. ആ തൗഹീദിൻ്റെ പ്രബോധനം അവർക്ക് സ്വീകരിക്കാൻ എളുപ്പമായി തീർന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യക്തിത്വമായിരുന്നു. നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്കാണ് ഈ രണ്ട് യുവാക്കളും വന്നത്. എന്തുകൊണ്ട് വേറെ ആരുടെ അടുത്തും പോയില്ല? അവിടെ വേറെയും കുറേ ആളുകളുണ്ട്. പക്ഷേ വ്യക്തിത്വം കൊണ്ടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടു. ഒരു ദാഇ, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾ, അവരെ കണ്ടിട്ട് ഈ തൗഹീദ് സ്വീകരിക്കാതെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മുസീബത്താണ്. തൗഹീദും സുന്നത്തും ഇസ്ലാമിൻ്റെ നന്മകളും സ്വീകരിക്കാനും കേൾക്കാനും ആളുകൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? കാരണം ആ വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും അത്രക്ക് മോശമാണെങ്കിൽ അതൊരിക്കലും ഒരു യഥാർത്ഥ ഇസ്ലാമിക പ്രബോധകന്, ഒരു ഇസ്ലാമിക പ്രചാരകന്, ഒരു ഇസ്ലാമിൽ ദഅവത്ത് നടത്തുന്ന ഒരു അധ്യാപകന് യോജിച്ചതല്ല. മറിച്ച് ഏറ്റവും നല്ല മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, ഞാനൊരു മുസ്ലിമാണെന്ന് ധൈര്യസമേതം പറയാൻ കഴിയണം. എന്നാൽ പലർക്കും അത് സാധിക്കുന്നില്ല. പ്രബോധന രംഗത്തുണ്ട്, പക്ഷേ കളവുകൾ പറയാൻ, വഞ്ചന നടത്താൻ, വൃത്തികേടുകൾ പറയാൻ, ഇണകളെ ഉപദ്രവിക്കാൻ, ഭാര്യമാരെ ഉപദ്രവിക്കാൻ, മക്കളെ ഉപദ്രവിക്കാൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന വിഷയങ്ങളിൽ തുടങ്ങി ഒരു വിഷയത്തിലും ഒരു സൂക്ഷ്മതയുമില്ല. അങ്ങനെയാകുമ്പോൾ അവരുടെ ദഅവത്തിന് പ്രതിഫലനമുണ്ടാവില്ല. ഒരു വ്യക്തിയുടെ നന്മ ദഅവത്ത് സ്വീകരിക്കപ്പെടുന്നതിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും
പക്ഷേ അതിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഒരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ കാണുന്നു. മാത്രമല്ല, അവർ എന്തുകൊണ്ട് അദ്ദേഹത്തോട് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് ചോദിച്ചു? അദ്ദേഹത്തിൻ്റെ ഇഹ്സാനിൽപ്പെട്ടതായിരുന്നു ജയിലിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടാൽ അതിൽ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ യുവാക്കൾക്ക് അതുകൂടി മനസ്സിലായി. അതുകൊണ്ട് അവരും വിചാരിച്ചു എന്ത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് നാം കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയാം, നമുക്കും അദ്ദേഹം ഒരു നല്ല വിശദീകരണം നൽകും, അത് നമുക്ക് ആശ്വാസമാകുമെന്ന് അവർ മനസ്സിലാക്കുകയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആവശ്യപ്പെടുകയും ചെയ്തു. ഇൻഷാ അള്ളാഹ് തുടർന്ന് അദ്ദേഹം അവരുമായി സംവദിക്കുന്ന സംസാരങ്ങളും അതിലടങ്ങിയിട്ടുള്ള ബൃഹത്തായ പോയിൻ്റുകളും അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിൻ്റെ ഈ ഒരു മജ്ലിസ്, പരിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഈ ഒരു മജ്ലിസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാ ബറക്കത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹയാത്തിലും നമ്മുടെ അമലുകളിലുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ബറക്കത്ത് പ്രകടമായി തീരട്ടെ. ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ നടത്തിപ്പുകാരായി, ഇതിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, സ്വർഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമുക്കിതിന് അവസരം നൽകിയിട്ടുള്ള ഈ രാജ്യത്തിലെ ഹാക്കിമുകൾ, ദുബായിലെ ഹുക്കൂമത്ത്, ഈ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം, ഔഖാഫിലെ ആളുകൾ തുടങ്ങി നമുക്ക് സഹകരണങ്ങൾ നൽകുന്ന, സഹായം നൽകുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.